അഡ്വക്കേറ്റ് അനിൽ ബോസ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ സമീപിച്ചത് ഇതൊരു മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ ലംഘനമാണ് എന്നാണ്. ഇന്നും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കുന്നില്ല, ഇതൊരു പരസ്യ നിശബ്ദ പ്രചരണമാണ് എന്നാണ്. എങ്ങനെയാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാകുന്നത്? അഡ്വക്കേറ്റ് അനിൽ ബോസ്, രാഹുൽ ഗാന്ധിക്കും ധ്യാനത്തിനിരിക്കാമായിരുന്നില്ലേ? ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് ലൈവ് പോലും ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ കഴിയുമോ? ഒരു പത്രസമ്മേളനം നടത്താൻ കഴിയുമോ? അയാളുടെ പ്രവർത്തനങ്ങൾ ഇപ്പം തന്നെ നമുക്കറിയാം. സ്ഥാനാർത്ഥികൾ പലരും പലയിടങ്ങളിലും പ്രചാരണം അവസാനിപ്പിച്ചതിന് ശേഷം സന്ദർശനം നടത്തുന്നുണ്ട്. ആ ചിത്രങ്ങളെടുത്ത് അഡ്വർടൈസ് ചെയ്യാൻ കഴിയുമോ? അഡ്വർടൈസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാറില്ല. അങ്ങനൊരു കീഴ്വഴക്കവുമില്ല. ഇവിടെ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നതിന് വ്യക്തിപരമായി നമ്മളെന്തിനാണ് എതിർക്കുന്നത്? വ്യക്തിപരമായി നമുക്ക് എതിരൊന്നുമില്ല. അദ്ദേഹം ധ്യാനിക്കുകയോ സന്യസിക്കുകയോ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയാണെങ്കിൽ അത് സ്വകാര്യമായിരിക്കണം. അല്ലാതെ നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയനായ ബാലേന്ദ്രമേനോൻ്റെ സ്വഭാവമാകരുത്. കഥ, തിരക്കഥ, സംഭാഷണം, അവതരണം, അഭിനയം, ആത്മാവിഷ്കാരം, നരേന്ദ്രമോദി എന്ന് പറയുന്ന പണിയാകരുത്. സംവിധായകനെ കൊണ്ടുപോവുക, ആ അമ്പലത്തിൻ്റെ പരിസരത്ത് ആ ക്യാമറയുടെ ആംഗിളിൽ ഒരാൾ പോലും പെടാതിരിക്കുക, അദ്ദേഹത്തിൻ്റെ നടപ്പ്, ഇരിപ്പ് ഇതെല്ലാം പ്രദർശിപ്പിക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വല്ല സിനിമയിലോ സീരിയലിലോ ഒക്കെ അഭിനയിക്കാൻ നല്ലതാണ്. അങ്ങനെ ഒരു ആഗ്രഹം നരേന്ദ്രമോദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെന്നേ. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നതിനുമപ്പുറം പ്രധാനമന്ത്രി എന്ന നിലയിലുമപ്പുറം അദ്ദേഹത്തിന്റെ സ്വകാര്യമായ നിമിഷങ്ങൾ അത് അദ്ദേഹം ക്യാമറയിൽ പകർത്താൻ തീരുമാനിക്കുന്നു. അത് ക്യാമറയിൽ പകർത്തി അദ്ദേഹം പൊതുജനങ്ങൾക്ക് നൽകുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടാഹ്വാനമില്ല, ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിയുടെ ആഹ്വാനമില്ല. പകരം അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ്. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചാൽ പോലും നിങ്ങൾക്ക് ഭയമാവുന്ന എന്തിനാണ്? നമുക്ക് ഭയമില്ലല്ലോ. നമ്മളെന്തിനാ ഭയക്കുന്നത്? ഭയമല്ല പ്രശ്നം. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുകയാണ്. 2014 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ മഹാൻ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ വേലക്കാരനാണ്. 2019 എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ? ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാണ്. ഇപ്പോൾ 2024 എത്തിയപ്പോൾ പറയും ഞാൻ നിങ്ങളുടെ ദൈവമാണ്. എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ? ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഉറച്ചു നിൽക്കണ്ടേ? പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയില്ല. നിങ്ങളുടെ സേവകനിൽ നിന്ന്, കാവൽക്കാരനിൽ നിന്ന് അതെ, തീർച്ചയായിട്ടും. കുറച്ചുകൂടെ കഴിയുമ്പോൾ കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് പേരൂർക്കടയ്ക്ക് അടുത്തൊരു പാറയുണ്ട്. അവിടം വരെ പോകേണ്ടി വരും ഈ പോക്ക് പോയാൽ. പക്ഷെ ഇതൊന്നും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇന്ന് വരെ നിലനിൽക്കുന്ന ജനാധിപത്യത്തിനും സംസ്കൃതിക്കും സംസ്കാരത്തിനും അനുസരിച്ചുള്ള ഏറ്റവും ശ്രേയസ്കരമായ നടപടിയാണെന്നാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിച്ചോ. എനിക്കതിന് വിരോധമില്ലെന്നേ. അദ്ദേഹം ധ്യാനിക്കുകയോ അദ്ദേഹം സന്യസിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ നമ്മുടെ മുന്നിൽ മറ്റൊരു ചിത്രമുണ്ടല്ലോ. ഗാന്ധിജി പൊതുജനങ്ങളുടെ മധ്യത്തിൽ സമ്മേളനങ്ങളിൽ വെച്ച് ധ്യാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഉപവസിക്കുന്നതിനൊരു സമയമുണ്ടായിരുന്നു. ആ ഉപവാസ സമയത്ത് അദ്ദേഹം ധ്യാനനിരതനായിരിക്കുമായിരുന്നു. മണിക്കൂറുകളോളം അദ്ദേഹം നിശബ്ദനായി ധ്യാനനിരതനായി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനാ സമ്മേളനങ്ങൾ എന്ന് പറയുന്ന ഒരു ചടങ്ങ് തന്നെ നമ്മുടെ ഗാന്ധിജിക്കുണ്ടായിരുന്നുവെന്നേ. അന്ന് കോൺഗ്രസ്സുകാരൊക്കെ അതിനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന മറ്റേതെങ്കിലും മാനസിക ബുദ്ധിമുട്ടുള്ളതായിട്ടോ ഒന്നുമല്ല കണക്കാക്കിയിരുന്നത്. അതൊരു നേതാവിന്റെ അവകാശമാണ്. അതിന് ജനങ്ങളുടെ പിന്തുണയ്ക്കാൻ ആ ചിത്രങ്ങൾ പ്രചരിച്ചിട്ടുണ്ടല്ലോ. ഗാന്ധിജി പൊതുസമ്മേളനങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന ചിത്രങ്ങൾ പ്രചരിച്ചിട്ടില്ലേ? മഹാത്മാഗാന്ധി ഏത് തെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചത്? എനിക്കറിയില്ല. ഞാൻ പഠിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. എനിക്ക് അതിനുള്ളൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്നിട്ട് പര്യടനത്തിനിടയിൽ ധ്യാനം നടത്തി ജനങ്ങളെ സ്വാധീനിക്കാൻ സമ്മേളനങ്ങൾക്കൊപ്പം അദ്ദേഹം ധ്യാനവും കൂടുന്നതൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹമല്ല, BBC അടക്കമുള്ള ചാനലുകൾ. അതിപ്പോഴും നടക്കുന്നുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിൽ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ ദീപാരാധന സമയത്ത് മണി മുഴങ്ങുമ്പോൾ സമ്മേളനം നിർത്തിവെക്കാറുണ്ടല്ലോ. പള്ളികളിൽ നിന്ന് ബാങ്കുകൾ മുഴങ്ങുമ്പോൾ സമ്മേളനം നിർത്തിവെക്കാറുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ആക്ഷേപം സ്വകാര്യമായ ഒരു ചടങ്ങാണെങ്കിൽ അത് എന്തിന് ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്നതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മടങ്ങി വരാം. നമുക്കിപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയുണ്ട്, ശ്രീ മോഹൻ. അങ്ങനല്ല അരുൺ ഒരു സെക്കൻഡ് പറഞ്ഞോളൂ.
ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തേണ്ട കാര്യം നമുക്കില്ല. പ്രധാനമന്ത്രി ആയാലും പഞ്ചായത്ത് മെമ്പർ ആയാലും അവരുടെ സ്വകാര്യതയായിട്ടിരിക്കട്ടെ. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരു പ്രചരണ പരിപാടി എന്നുള്ള നിലയിൽ, ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിലും അല്ലാത്ത സ്പേസുകളിലും കോർപ്പറേറ്റ് മീഡിയ മാധ്യമങ്ങളടക്കം ലൈവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ അവിടെ ധ്യാനമാണെങ്കിൽ അത് ധ്യാനമായിരിക്കണം. ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പവിത്രമാണെന്നേ. അത് നാട്യമല്ല, നാടകമല്ല, ഫാൻസി ഡ്രസ് അല്ല. അതൊക്കെ വളരെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട കാര്യമാണ്. അതല്ല അവിടെ നടക്കുന്നത്. ഇത് ഇന്ത്യൻ പൊതുസമൂഹത്തിൽ വിശ്വാസ സമൂഹമുണ്ടെങ്കിൽ ആ വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ആത്മീയതയുടെ വ്യാപാരമാണ് നടക്കുന്നത്. ആ വ്യാപാരത്തെ തെരഞ്ഞെടുപ്പുമായി കെട്ടി ഒരു വലിയ കച്ചവട താല്പര്യത്തോടു കൂടി ചെയ്യുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. പ്രചരണ തന്ത്രം എന്ന നിലയിൽ അത് ഉപയോഗിക്കുന്നു എന്നതാണ് നിങ്ങളുടെ വിമർശനം. മനസ്സിലാക്കുന്നു. Debate with Arun Kumar.